The mirrors are slanted, my reflection's still there. The marquees, they all read appearing nowhere, appearing nowhere, now appearing nowhere. നമ്മൾ കല്ലടയാറിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. നമ്മൾ നേരെ കാണുന്ന എല്ലാം കണ്ടൽക്കാടുകളാണ്, മാംഗ്രോവ്സ് ആണ്. അഷ്ടമുടിക്കായലും കല്ലടയാറും സംഗമിക്കുന്ന ഭാഗമാണ് മൺട്രോത്തുരുത്ത്. മൺട്രോത്തുരുത്തിന് ഇടകേറിയ കണ്ടൽക്കാടിലോട്ട് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇവിടെ നിന്നുമാണ് നമുക്കൊരു ബോട്ടിൽ നമുക്ക് ആ ബോട്ടിൽ പോയി മനോഹരമായ കാഴ്ചകളുണ്ട്. കുറച്ച് മുന്നേ ഒരു 10 മീറ്റർ പോകുമ്പോൾ നമ്മൾ ചേരിക്കട വന്ന ഭാഗത്ത് ബോട്ട് ആൾട്ട് ചെയ്യും. അവിടെ നിന്നും നമ്മുടെ ബോട്ട് പോകാത്ത ഇടങ്ങളിലൂടെ ചെറിയ ബോട്ടിന്റെ സഹായത്തോടു കൂടിയുള്ള വളരെ മനോഹരമായ കണ്ടൽക്കാട് യാത്രയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഒന്നും കൊണ്ടുപോകും എവിടെ വേണമെന്ന് വെക്കാം. നമ്മുടെ ബോട്ടിൽ മണ്ണൊലിപ്പൊക്കെ തടയുന്ന പിന്നെ വേറെ ഈ ചെറിയ മീനുകളൊക്കെ ഇതിൻ്റെ അകത്ത് പെറ്റ് പെരുകുന്നത്, വലിയ മീനുകളിൽ നിന്ന് രക്ഷപ്പെടാൻ. അല്ലെങ്കിൽ ഈ ചെറിയ മീനിൻ്റെ ഒക്കെ മുട്ടകളൊക്കെ വന്ന് വലിയ മീൻ അടിക്കും. ഇതിനകത്ത് വലിയ മീൻ കയറുകയില്ല, ചെറിയ മീനുകൾ ഇതിനകത്ത് കയറി. വെള്ളം ഇഷ്ടം പോലെ ദേ കിടക്കും. വെള്ളം തന്നു നമ്മുടെ ബോട്ടുകളിൽ നമ്മൾ ഇവിടുന്ന് വെള്ളം തന്നു കൊടുക്കും. വലത് സൈഡിൽ കാണുന്നതെല്ലാം കണ്ടൽക്കാടുകളാണ്. നമ്മുടെ ഇട സൈഡിൽ കാണുന്നതാണ് കോയിവിള കുരിശടി. ഇട സൈഡിൽ കാണുന്നത് കോയിവിള കുരിശടിയാണ്. പേര് പറഞ്ഞു നൊവേനയാണ്. പുള്ളിയുടെ പേരെന്നാ? വെളുപ്പിന് 2 മണി മുതൽ കായൽ മത്സ്യങ്ങളുടെ ലേലക്കടവ് കൂടിയാണ് ചേരിക്കടവ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കുറെ വള്ളങ്ങൾ റെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ സ്ഥലം റോഡ് മാർഗം വരണമെങ്കിൽ തേവലക്കര ഭാഗമാണ് ഈ സൈഡ്. ചേരിക്കടവ് എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര് പറയുന്നത്. ചേരിക്കടവ് വെളുപ്പിനെ നമ്മൾ പറയുന്നത് മുരിങ്ങ പോലുള്ള വിത്താണ് ഇതിന് വരുന്നത്. ഈ വിത്ത് നേരെ താഴെ വീണാണ് പൊട്ടിമുളച്ചാണ് കണ്ടൽക്കാട് രൂപപ്പെടുന്നത്.
തണുപ്പില്ല. മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് കണ്ടൽക്കാട്. മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ്. അതേപോലെ തന്നെ ഏറ്റവും നല്ല പ്യുവർ ഓക്സിജൻ കിട്ടുന്നതും കണ്ടൽക്കാടിനുള്ളിലാണ്. ഏറ്റവും നല്ല പ്യുവർ ഓക്സിജൻ കിട്ടുന്നതും കണ്ടൽക്കാടിനുള്ളിലാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കാരണം ഒരു വർഷക്കാലം ഈ മൺട്രോത്തുരുത്ത് ഫുള്ള് സുനാമി പോലെ വെള്ളം കയറി. ഇത് ഫുള്ള് വയലാണ്. ഇവിടുന്ന് അപ്പുറത്തോട്ട് ഇത് കല്ലടയാറാണ്. നമ്മൾ പോകുന്നത് ഫുള്ള് വയൽ ഭാഗമായിരുന്നു. വെള്ളം കയറിയിട്ട് പിന്നെ ഇറങ്ങിയിട്ടുമില്ല, പോയിട്ടുമില്ല. ചേരിക്കടവ് ബോട്ട് കെട്ടി നമ്മൾ ഇപ്പോൾ പോയിട്ട് ചെറു ബോട്ടിൽ പോയിട്ട് വരും. വന്നിട്ട് നമ്മുടെ ബോട്ട് എടുത്ത് ഫുഡും കഴിച്ച് നമ്മൾ നേരെ സംഭരണം പോയാണ്. ഇത് ചേരിക്കട എന്ന ഭാഗമാണ്. റോഡ് മാർഗം വരണമെങ്കിൽ തേവലക്കര എന്ന ഭാഗമാണ്. ഇവിടെ നിന്നുമാണ് നമുക്ക് ബോട്ട് ഇവിടെ ഇറങ്ങാൻ പോവുക. കുറച്ചുപേര് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ജാക്കറ്റ് ചിത്രീകരിച്ച ഇടം പോലുള്ള വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എല്ലാരും പോകണ്ട. കുറച്ചുപേര് മാത്രം പോയി ജാക്കറ്റ് ഇട്ട് ബോട്ടിൽ കയറാം. പോട്ടെ ഇറങ്ങിക്കോ. ഇപ്പൊ വന്നവരിറങ്ങി. ബോട്ടെല്ലാം നമ്മളെ കാത്തിരിക്കുകയാണ്. ഒരു ഡിലേ ഇല്ല. നമ്മുടെ ഭാഗത്ത് ഒരു ഡിലേ ഇല്ല. അല്ലേ നമ്മളിനി ഈ ബോട്ടെ കയറുന്നില്ലേ? നമ്മളിപ്പം കടൽക്കാട് കാണാൻ പോവാ. ആ സൈഡ് ചെയ്തോ, വള്ളം ഈ സൈഡിലോട്ട് മാറി. ഇങ്ങോട്ട് പോരെ. ഇവിടെ ബാലൻസ് ശരിയല്ല. ഇങ്ങോട്ട് റൈറ്റോട്ട് പോരെ. ഇങ്ങോട്ട് പോരെ. ചാടരുത്. പതുക്കെ ഇറങ്ങി. അതാ ചവിട്ടി. അതാ കൂടെ ഇറങ്ങിക്കോ. ഒരു കഴിക്കതാ. ആളിറങ്ങുന്നുണ്ട്. സ്റ്റോപ്പ്. ഒരു തൊപ്പി. ആർക്കാ പേടിയില്ലാത്ത മതിയെന്ന് സാധനമുള്ളതുകൊണ്ട് പേടിക്കണ്ട. ഇത് വെള്ളമുണ്ട്. സാധിക്കില്ല. വെള്ളം കുടിക്കും. പൊക്കി പിടിച്ചോണ്ടാ മതി. അതെ, ഫോട്ടോ എടുത്തോണേ. നമ്മുടെ അല്ല മൊത്തത്തിൽ കഴിഞ്ഞ പ്രാവശ്യം സ്പീഡ് ബോട്ടിൽ കയറി കൊടുക്കും. ഞാൻ സ്പീഡ് ബോട്ടിൽ കയറി ഇവരിലേക്ക് എടുത്ത് മാറുന്നു. നിങ്ങൾക്കും അറിയാം. പേടിക്കണ്ട. അങ്ങനെ വലിയ ബോട്ടിൽ നിന്ന് ചെറിയ പല ബോട്ടുകളിലായി ഞങ്ങൾ പല സെക്ഷനായി പിരിഞ്ഞു. എല്ലാവരും ഓരോരോ ബോട്ടുകളിൽ യാത്രയായി. ഭയങ്കര ചൂടാണ്, വെയിലാണ്. പറ്റുന്ന അവസരത്തിൽ പോവുക, അങ്ങനെയല്ല എത്തുന്ന അവസരത്തിൽ ഇരിക്കുക. എല്ലാം ദൈവത്തിന്
അവസ്ഥ മോശമായി. On my way, I was almost there, but the monkeys, they all read now appearing nowhere. Let's go to the carnival. You can cut me in half. I'll do anything for a laugh. Oh, quiet oceans, they kiss your feet. Snow bows to your breath. How can I compete? The mirrors are slanted, my reflection's still there. The marquees, they all read now appearing nowhere, appearing nowhere, now appearing nowhere. ഉത്തരവാദിത്തമൊന്നും ഇതൊന്നും വിഷയമല്ല. അതായാലും നല്ല സമയം നമ്മുടെ. ആ അതെ. എടുത്ത് വെച്ചതേ അത് നമ്മുടെ ബോട്ടാണ്. അല്ലല്ല നമ്മുടെ ഒരു ഫോട്ടോ നമ്മുടെ ബോട്ട് അവിടെ കിടക്കും. അല്ല ഇത്തിരി ബോട്ട് ഇനിയും വരണ്ട. പിന്നെ ഈ ഒരെണ്ണത്തിൽ തന്നെയല്ലേ ആയിരിക്കുമല്ലോ അല്ലേ? പല ബോട്ടല്ലേ വരുന്നത് ഞങ്ങളുടെ ആൾക്കാർ. അടുത്ത ബോട്ട് വരുന്നുണ്ട്. അതായിരിക്കും. ആ ആയിരിക്കും പുറകെ വരുന്ന. അത് അവിടുത്തെ വരുന്നത് ആട് വരുന്നത് നമ്മുടെ ഫോട്ടോ ആട് ആട് ആ വരുന്നത് ഈ പിന്നെ വെള്ളത്തിന് എന്നാ ഉയരം കാണും? നമ്മുടെ മുക്ക് വരെ ഉണ്ട്. ഇവിടെ അല്ല നമ്മുടെ ഇറക്കിയല്ലേ അത് എന്നാ താഴെ കാണും? ഞങ്ങളെ അല്ല ഈ കണ്ടൽക്കാടിൽ ഇറക്കിയല്ലേ? ഇല്ലേ? ആണോ? ഞങ്ങൾ കൊണ്ടുവന്നപ്പം കണ്ടൽക്കാടിൽ ഇറങ്ങിയായിരുന്നു. ആ അവിടെ എത്രയും കൊണ്ടുവന്നു കണ്ടൽക്കാടിൽ ഞങ്ങൾ വന്ന് ഇറങ്ങി. ഓ ഓ ഞാൻ പോരണ്ടായിരുന്നു ഈ വെയിലും കണ്ടൽ ഇതുപോലെയാണ് നമ്മൾ ഈ കണ്ടൽക്കാട് ഞാൻ വിചാരിച്ചത് ഇതുപോലെ വേര് ഇതുപോലെ ഉണ്ടാവും. സിംഹവും കടുവായും ഒക്കെ ഉണ്ടെന്ന് ഓർത്ത്. സിംഹവും കടുവായും ഒരു കാട് ഇങ്ങനെ ചേർന്ന് ചേർന്ന് ഇരിക്കുമ്പോ ഇത് കണ്ടോ കണ്ടോ ഇതിന്റെ വേര് കണ്ടോ? വേരേ ഉള്ളൂ. ഇതിലൊക്കെ പാമ്പൊന്നും കയറിയിരിക്കുന്നില്ല. പാമ്പ് കാണും.
അയ്യോ എന്തൊരു സുഖം വെച്ചിനേരം ഇവിടെ നിന്നോ. അയ്യോ ദൈവത്തിന് നന്ദി. ഇവിടെ വരെയുള്ളോ? അവരവിടെ പാട്ട് പാടി ആവി അത് വേറെ ടീമാണ്, നമ്മുടെ ആൾക്കാരല്ല. നല്ല രസം. എന്ത് ഭംഗി എന്ന് പറഞ്ഞ പോലെ എന്ത് സുഖം ഈ കാറ്റ് കൊള്ളാൻ. തൊപ്പി ഒരു ഇടിച്ചിട്ട് നല്ല കാറ്റ് ഓക്സിജൻ നല്ല പോലെ ശ്വസിച്ചോ. തൊപ്പി മാറ്റിയിട്ട് ഫോട്ടോ എടുക്കാം. തൊപ്പി വെച്ച് ഫോട്ടോ എടുക്കാം. തൊപ്പി എപ്പോഴും ഇല്ലാതിരിക്കുന്നത്. ഇവിടെ വെള്ളം കൂടുതൽ. വീഡിയോഗ്രാഫറിനെ പോയി തൊപ്പി പറഞ്ഞു പോയി. ഇല്ലടി വാട്സപ്പിൽ ഈ ഫോണിൽ പഠിക്കും പാട്ട് തുടങ്ങിയാൽ പൂർത്തീകരിക്കണം. എന്നാ വേണ്ട സ്റ്റോപ്പ് ചെയ്ത്. നമ്മളിപ്പം എവിടെയാണ്? ഹലോ ഗായ്സ്, നമ്മളിപ്പോ ഹലോ ഗായ്സ് പറ. നമ്മള് എഴുന്നേറ്റ് നല്ല പ്രകൃതി മനോഹരമായ ബാക്കിയൊന്നും പറഞ്ഞു പൂർത്തീകരിക്കാൻ അറിയില്ല ഞങ്ങൾക്ക്. നിങ്ങൾ പറയണം. അതെ കാറ്റേ നീ വീശരുതിപ്പോൾ ജീവന്റെ ജീവനെ ബാക്കി അറിയില്ല. മതി സാറേ, പാടാന്ന് പാട്. അറിയില്ല, ഇനി അറിയില്ല. അറിയാവുന്ന പാട്ട്. വേമ്പനാട്ടുകായലല്ലല്ലോ ഇത്, ശാസ്താംകോട്ട. ഇഷ്ടമാണോ എന്നെ നിനക്കിഷ്ടമാണോ? അഷ്ടമുടി കായലിലെ അന്ന നടക്കോണിയിലെ ചിന്ന കിളി ചിന്താരക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ? ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കോ യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ദേശവാസിയാണല്ലോ. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഇതൊക്കെ ദൈവ സൃഷ്ടിയാ. ഇങ്ങനെ
പാട്ടില്ലേ ഇനി ചൂട് നമുക്ക് എല്ലാവരും കൈകൊട്ടിയൊരു പാട്ട് പാടാം. ആ കൈകൊട്ടിപ്പാട്. എല്ലാരും ചൊല്ലണ എല്ലാരും ചൊല്ലണ നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നാടാകെ ചൊല്ലണ നാട്ടാരും ചൊല്ലണ കാടാണ് കരളിലെന്ന് കൊടുങ്കാടാണ് കരളിലെന്ന് എന്തിന് നോക്കണ എന്തിന് നോക്കണ ചന്ദിരാണി ഞങ്ങളെ അയ്യോ ചന്ദിരാണി ഞങ്ങളെ രണ്ടൊന്നു വാങ്ങണം ഇത്രത്തോളം ദൈവം എന്നെ നടത്തി നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു പകാരിനെ പോലെ യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ ഹാഗറിയെ പോലെ ഞാൻ കരഞ്ഞപ്പോ യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെ ഇത്രത്തോളം ഞാൻ അലഞ്ഞപ്പോ ഏകനായി നിന്നനായി പരദേശിയായി നാടുകളിലും കണ്ടില്ലേ നമുക്ക് കപ്പലിൽ ഇറങ്ങിയിടുന്ന യോനയെ പോലുള്ളവരെ ഇറങ്ങിയിടുമ്പോ കർത്താവ് ഇപ്പോൾ വന്നിടും. കൃപയുടെ വാതിലിതാ. കൃപയുടെ സഹോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിൽ ഉറങ്ങുന്ന യോനായെ പോലുള്ളവരെ കപ്പലിലുറങ്ങിടുന്ന യോനയെ പോലുള്ളവരെ കപ്പലിലുറങ്ങിടുന്ന യോനയെ പോലുള്ളവരെ എത്ര നാൾ ഉറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും എത്ര നാൾ ഉറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ അവൻ എന്നെ നടത്തുന്നു എനിക്കൊന്നും മുട്ടില്ല അവൻ എന്നെ നടത്തുന്നു എനിക്കൊന്നും മുട്ടില്ല തഞ്ചനത്തെ കണ്ടൻ പ്രിയൻ പുഞ്ചിരി ഒരു ആക്ഷൻ സോങ് ഇരുന്ന് കളിക്കുക നിങ്ങളുടെ VBSന്റെ അല്ലെ ഞാൻ കളിക്കിപ്പോ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല നമ്മൾ സൺഡേ സ്കൂളിൽ നിന്നും പഠിച്ചതു ഓർക്കുന്നുണ്ടോ ഞാൻ പാടും ആരുടെയാ തൂപ്പി പോയേ? കളിക്കല്ലേ മണ്ണപ്പച്ചിട്ട് കളിക്കടാ നീ മണ്ണിൽ കളിക്കടാ നിന്റെ പിന്നാലെ പോയി തട്ടിത്തടങ്ങുന്ന വീണിടല്ലേ മാത്തുണ്ണി മോനെ മാത്തുണ്ണി മോനെ മാത്തുണ്ണി മോനെ നീ ഓടിക്കളിക്കല്ലേ മഞ്ചാടി കാട്ടില്ലേ മഞ്ചാടിനുള്ളാൻ മഞ്ചാരും കാണാതെ പോയിടല്ലേ സാത്താന്റെ കൂട്ടാരും പിന്നാലെ വന്നതും കൂട്ടാരംഗം പോയിടല്ലേ മാത്തുണ്ണി മോനെ മാത്തുണ്ണി മോനെ മാത്തുണ്ണി മോനെ നീ ഓടിക്കളിക്കല്ലേ നിന്നോടുള്ള
മാത്തുണ്ണി മോനെ മാത്തുണ്ണി മോനെ പാട്ട് മുഴുവൻ കാണാം. അറിയാം മാത്തുണ്ണി മോനെ ഈ ഒന്നോട് വെച്ചടിയാ പോയി കുപ്പിയും പോയി എൻ്റെ ഫോണും പോയി അയ്യോ പോകാതെ പോകാതെ ആരാ ഊതാൻ പോണത്? കുഴിമറ്റത്തിൽ നിന്ന് എത്ര 21 പേരോ 27 പേര് 27 നിങ്ങളെ നല്ല സ്ട്രെങ്ത് ആണോ ആ ബോട്ട് ഇവരൊക്കെ എന്ത് കഷ്ടപ്പാടാണ്. ഒത്തിരി ദൂരം തോന്നുന്നുണ്ടോ ഇപ്പൊ തന്നെ ആണോ? ഇല്ലായിരിക്കും. അവിടെ നിൽക്കുന്ന മോനെ ആ സ്റ്റാർട്ട് ചെയ്യാൻ വരട്ടെ വെയിറ്റ്